Hi dear students, this is the fifth part of the first module of the subject Advanced Energy Engineering, and in this presentation we will be discussing about the global energy demand and supply as well as Indian energy demand and supply. Okay, the world currently consumes about 100 million barrels of oil a day. Even with increasing use of renewable and improved energy efficiency, oil will continue to meet rising demand for the petrochemicals and fuel transportation. Okay. ഇന്നിപ്പം ലോകത്തിൽ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഏകദേശം 100 മില്യൺ ബാരൽ ഒരു ഓയിൽ ഒരു ദിവസത്തേക്ക് മാത്രം കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രയായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ റേറ്റ് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കൺസംഷൻ നടക്കും, പക്ഷേ അത്രയും ഫാസ്റ്റ് റേറ്റിൽ ഒരിക്കലും ഓയിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഓയിൽ മീൻസ് ഡീസൽ, പെട്രോൾ, എവറിത്തിങ് കളക്റ്റീവ്ലി ഈസ് നോൺ ആസ് ഓയിൽ. അപ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല ഭൂമിയിൽ, മനസ്സിലായില്ല. അപ്പോൾ അത്രയും ഫാസ്റ്റ് റേറ്റിലാണ് കൺസംഷൻ നടക്കുന്നത്, പക്ഷേ റേറ്റ് ഓഫ് റിന്യൂവൽ ഈസ് വെരി ലെസ്. ഓക്കെ, അപ്പോൾ 100 മില്യൺ ബാരൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ് ക്വാണ്ടിറ്റി. ഇനി ഈവൻ നമ്മൾ റിന്യൂവബിൾ സോഴ്സിലേക്ക് കുറേയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ പോലും, എനർജി സോഴ്സിനോട് ഡിപ്പെൻഡ് ചെയ്താൽ പോലും, ഈ ഓയിലിൻ്റെ ഡിപ്പെൻഡൻസി ഏതൊക്കെ ഫീൽഡിൽ, ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡിലായാലും പെട്രോകെമിക്കൽ ഫീൽഡിലുള്ള ഡിപ്പെൻഡൻസി ഇനിയും കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ. നാച്ചുറൽ ഗ്യാസ് ഡിമാൻഡ് വിൽ ഗ്രോ ആസ് കൺട്രീസ് സീക്ക് ടു ലോവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ് ബൈ ഡിസ്പ്ലേസിങ് കോൾ ഫോർ ഹീറ്റിംഗ് പവർ ജനറേഷൻ. നമ്മൾ ഇനി അങ്ങോട്ട് നോക്കുമ്പോൾ നാച്ചുറൽ ഗ്യാസിന്, ഫസ്റ്റ് നമ്മൾ ഓയിലിനെ പറ്റി പറഞ്ഞു. ഓയിലിപ്പം അത്രയും ഹൈ കൺസംഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്രോൾ ആയാലും ഡീസലായാലും ഒക്കെ ഹൈ കൺസംഷനാണ്. നാച്ചുറൽ ഗ്യാസ് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കുറവായിരുന്നെങ്കിലും ഇനി അങ്ങോട്ടുള്ള കാലത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്, ലോകത്ത് മൊത്തത്തിൽ നാച്ചുറൽ ഗ്യാസിൻ്റെ കൺസംഷൻ എന്ത് ചെയ്യാൻ പോവാണ്, കൂടാൻ പോവാണ്. റീസൺ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പല പഠനങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോളൊക്കെ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസ് അത് അന്തരീക്ഷം തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. കാർബൺ, CO2, CO ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ എന്താണ്, കോൾ കത്തിക്കുമ്പോഴാണ്. പവർ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഫ്യൂവൽ ഏതാണ്, ഇറ്റ് ഈസ് ആക്ച്വലി കോൾ അല്ലേ. തെർമൽ പവർ പ്ലാന്റ്സ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോളിലാണ്. വേരിയസ് റീസൺസ് ആർ ദർ. നമ്മൾ ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പഠിക്കുമ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ നാച്ചുറൽ ഗ്യാസാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താണ്, നമുക്ക് പൊല്യൂഷൻ ഒരുപാട് കുറക്കാൻ പറ്റും. കമ്പയർ ടു ദി കോക്ക് അറൗണ്ട് 40 to 65% ലെസ്സർ എമിഷനാണ് ഏത് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്, നാച്ചുറൽ ഗ്യാസ് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. സോ ഓഫ് കോഴ്സ് ഇൻ ഫ്യൂച്ചർ ദ നാച്ചുറൽ ഗ്യാസ് ഡിമാൻഡ് ഈസ് ആൾസോ ഗോയിങ് ടു ബി വെരി ഹൈ. Different countries are using different types of energy, so it is difficult to say who is using the most. എല്ലാവരും ഒരേ എനർജിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരല്ല. ഓക്കെ, പെട്രോളും ഡീസലൊക്കെ മിക്ക കൺട്രീസും കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാ കൺട്രീസിൻ്റെയും മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഇത് മാത്രമായിരിക്കണമെന്നില്ല. പലരും പല രീതിയിലുള്ള എനർജിയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കമ്പയർ. അതുപോലെ തന്നെ പോപ്പുലേഷനും സെയിം അല്ല. ഇപ്പം കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യത്ത് ടോട്ടൽ എമൗണ്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ എനർജി കൺസംഷൻ കൂടുതലായിരിക്കും. അപ്പോൾ പെർ ഹെഡ് എടുത്തു കഴിയുമ്പോൾ എന്തായാലും ചിലപ്പോൾ അത്ര വരുന്നുണ്ടാവില്ല. സോ ഓൾ ദീസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ വേരിയിങ്. സോ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു compare which country is using most of the energy, but still we will have a vague idea about all these things. The United States consumes the most oil while China is the world's top electricity consumer. See, if United States are leading in the oil consumption, whereas China have the greatest consumption as far as electricity is concerned. Okay, as prosperity in countries like China and India increases, energy demand will rise further as more people begin to live in the middle class lifestyles. ഓക്കെ, നമ്മളൊക്കെ ഇപ്പോൾ ഏതിലാണ്, ചൈന ആയാലും ഇന്ത്യ ആയാലൊക്കെ ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ കാര്യം. നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വൺസ് വി ആർ ഹെഡിങ് ടുവേർഡ്സ് ദി ഡെവലപ്ഡ് നാഷൻ, വാട്ട് ഈസ് ഹാപ്പനിങ്, ദ എനർജി കൺസംഷൻ ഈസ് ആൾസോ ഗോയിങ് ടു ബി ഇൻക്രീസ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മൾ എനർജി കൺസംഷൻ നിർബന്ധമായിട്ടും കൂടുക മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമുക്ക് കുറയുന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. സോ ഓൺലി ഓപ്ഷൻ ഈസ് ടു ഷിഫ്റ്റ് ടുവേർഡ്സ് ദി റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. റിഗാർഡ്ലെസ് ഓഫ് ദ സോഴ്സ് ഓഫ് എനർജി, ഡിമാൻഡ് ഈസ് ഗ്രോയിങ്. With the global population expected to increase by about 2 billion over the next 2 decades, and with improving standards of living, it is estimated the world will need about 47 million more megawatts of electricity than the current consumption. ഇപ്പോൾ നമ്മൾ എനർജീൻ്റെ സോഴ്സ് എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഏത് എനർജി സോഴ്സ് ആയാലും എനർജീൻ്റെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദ മെയിൻ റീസൺ ഫോർ ദിസ് വൺ ഈസ് പോപ്പുലേഷൻ ഈസ് ഇൻക്രീസിങ് അല്ലേ. അപ്പോൾ പോപ്പുലേഷൻ ഇൻക്രീസ് ആകുന്നിടത്തോളം എന്താണ്, എനർജീൻ്റെ ഡിമാൻഡ് എപ്പോഴും കൂടി പോകും മാത്രമേ, ഒരിക്കലും എനർജി ഡിമാൻഡ് കുറയാൻ പോകുന്നത് ഏതായാലും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്കും 47 മില്യൺ മോർ മെഗാവാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി വേണ്ടി വരുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ എല്ലാ ഫീൽഡിലും, ഏത് ഫീൽഡ് എടുത്ത് കഴിഞ്ഞാൽ അതിപ്പോൾ ഓയിലിൻ്റെ കേസിലാണെങ്കിൽ അതും നമുക്ക് എപ്പോഴും ഇനി ഡിമാൻഡ് കൂടുക മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്താണ്, അത് ഡിമിനിഷ് ആവാം അല്ലെങ്കിൽ ഇല്ലാണ്ടാവാം. അങ്ങനെയാണെങ്കിലും ഓക്കെ.
പക്ഷേ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷനിൽ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്ത് വേണ്ടി വരും, നമ്മൾ ഓൾട്ടർനേറ്റ് ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ. In 2019 report of IEA, projected global demand for natural gas is expected to increase by 36% by 2040. International Energy Audit ആണ് IEA. In 2019 report of International Energy Audit, projected global demand for natural gas is expected to increase by 36% by 2040. ഇപ്പോൾ 2019 എനർജി ഓഡിറ്റ് പ്രകാരം വേൾഡിലുള്ള നാച്ചുറൽ ഗ്യാസിൻ്റെ കൺസംഷൻ ഇപ്പോഴുള്ളതിനെക്കാട്ടി 36% 2040 കൂടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. സപ്ലൈങ് 25% ടോട്ടൽ എനർജി കൺസ്യൂംഡ് വേൾഡ്. ലോകത്തിൽ മൊത്തം ഉപയോഗിക്കുന്നതിന് 25% എന്തിലേക്ക് നമ്മൾ മാറും, നാച്ചുറൽ ഗ്യാസിലേക്ക് മാറും. അതിൽ 1/4 നാച്ചുറൽ ഗ്യാസായി മാറുന്ന അർത്ഥം. കാരണം വെച്ചാൽ ഇപ്പം ഓയിലിനെക്കാട്ടി കൂടുതൽ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്യാസാണ്. അതിൽ ഡെപ്പോസിറ്റ്സും പല സ്ഥലങ്ങളിലും ഒരുപാട് കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ. And global demand for oil will increase by 9%. See, the increase of the global demand for oil is only 9%, supplying 25% of the total consumer. അപ്പോൾ മൊത്തത്തിൽ ലോകം ഉപയോഗിക്കുന്നതിന് 28% എന്തായിരിക്കും ആ സമയത്തും 2040 ആകുമ്പോഴേക്കും എന്തായിരിക്കും, ഓയിലിൻ്റെ ആയിരിക്കും. പക്ഷേ ഓയിലിൻ്റെ നമ്മൾ natural gas is having 25% increase within this decades, but oil is expected to have a 9%. കാരണം എന്തുകൊണ്ടാണ്, ഓയിൽ ഓൾറെഡി ഇപ്പോൾ ഹൈ ലെവലിലാണ്. പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ള നാച്ചുറൽ ഗ്യാസിനെക്കാട്ടി കൂടുതൽ ഓയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ പല സ്ഥലങ്ങളിലുള്ള ഉപയോഗത്തിന് പകരം നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കും. സ്വാഭാവികമായിട്ട് ഓയിലിൻ്റെ കൺസംഷൻ കുറച്ച് കുറയും. പക്ഷേ ടോട്ടൽ കൺസംഷൻ ഒരുപാട് കുറയുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. 9% ഇപ്പോൾ ഉപയോഗിക്കുന്നതിന് 9%. ഇപ്പോഴും നമ്മൾ 50 ഉപയോഗിക്കുന്നതായിരിക്കാം. അപ്പോൾ അതിൻ്റെ 10% പറയുമ്പോൾ 5ആണ്. മനസ്സിലായി. നേരെ മറിച്ച് നാച്ചുറൽ ഗ്യാസ് ഇപ്പോൾ 25 ഉപയോഗിക്കുന്ന അതിൻ്റെ 10% 2.5 വരുന്നുള്ളൂ. അപ്പോൾ 5 കൂടുമ്പോഴേക്ക് നാച്ചുറൽ ഗ്യാസ് 5 ഉപയോഗിക്കുന്ന കൂടുമ്പോഴേക്ക് എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ 20% കൂടി എന്ന് പറയേണ്ടി വരും. ആ ഒരു രീതിയിലാണ് ഈ ഒരു കണക്ക് പറഞ്ഞിട്ടുള്ളത്. അതായത് കുറച്ച് കാലങ്ങൾ കഴിയുമ്പോഴേക്ക്, ഒരു ഡിക്കേഡ്സ് കഴിയുമ്പോഴേക്ക്, 2040 ആകുമ്പോഴേക്ക് എന്താണ്, ഒരു 20 വർഷത്തോളം കഴിയുമ്പോഴേക്കും 36% കൂടും. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടും 36% കൺസംഷൻ കൂടും നാച്ചുറൽ ഗ്യാസിൻ്റെത്. പക്ഷേ ഓയിലിന് 9% കൂടുന്നുള്ളൂ. അപ്പോഴേക്കും എന്താവും, ഓൾമോസ്റ്റ് രണ്ടും നെക്ക് ടു നെക്ക് ആവും. 1/4 ഓയിലിൻ്റെ കൺസംഷനും 1/4 ഓൾമോസ്റ്റ് എന്താവും നാച്ചുറൽ ഗ്യാസിന് വേൾഡ് വൈഡാണ് പറയുന്നത്. Now, if you talk about kilowatt hour per person consumption, this is another method to compare the energy consumption. You can see USA is having 11.4 kilowatt hour per person. See, one person is using around 11.4 kilowatt hour energy in USA. See, the total population of USA compared to the world population is only 4.59%, but they are using, in USA, one person is using around 11.4 kilowatt hour energy. Okay, 25% consumption in 2000 has 18 point in 2000 it was 25% consumption, and in 18.5 in 2000. See, there is a decrease in the consumption rate, of course, maybe due to the awareness measures and all. Okay, Japan, comparing to the USA, Japan, they are using 6 kilowatt hour per person. One person is using 6 kilowatt hour of energy. In Germany, almost same, 6 kilowatt hour per person. China, see, it is little less, 1.6 kilowatt hour per person. Can you guess? But see, the population of the China compared to the total world population, 19.6%. So total, if you think about the total energy consumed by China, that will be much greater than the Japan and all. See, that much population they are having. If you're talking about per person consumption, then only China is having lower energy consumption, that is 1.6 kilowatt hour per person. 10.8% consumption in 2000, 21.3% to see. Here it is increasing. In 2000, 10.8% of consumption was there. Within 11 years, it has increased 21.3%. That much increase is there. The reason will be China is gradually developing. USA, by that time, by 2000 and all, USA was already developed country. Now they are implementing lot of methods to decrease the energy consumption. That's why they were able to reduce this one from 25% to 18.5%. But in China and India, that trend of energy consumption is increasing. India, compared to China, India, we are having 0.7 kilowatt hour per person. Of course, a little less value, but just like China, we are also having a very high population. So total energy consumption will be very large. 3.2% consumption in 2000, that has increased to 4.6% in 2011. Still, it is increasing only. Bangladesh is having the lowest energy consumption per person, that is 0.2 kilowatt hour per person. So these value, per person value, will give you a vague idea, not a clear idea, but still you will have a some idea about the energy consumption in the
world countries. Okay. Now, renewable energy demand and supply. See, why we are concentrating on this one is non-renewable energy we cannot that will not last for long. So the only option is to shift towards the renewable energy sources. So what happens to the renewable energy demand and supply, we will see in this slide. That is 16% of the global energy consumption comes from renewable. See, only 16%. The rest of 84% is from non-renewable. So 16% of global energy consumption comes from renewable. Renewable means all comes together. That is solar, wind, rain, tides, and geothermal, etc. are all coming together. It contributes only 16% of the total energy consumed in the world. That remaining 84% is non-renewable source of energy. Now, right now we are consuming. 10% comes from the traditional biomass, mainly used for heating, and 3.4% hydroelectricity. And new renewable means small hydro, modern biomass, wind, solar, geothermal, and biofuel account for another 2.8% and are growing very rapidly. See, the rapid increases are taking place in this areas, new renewable source of energy. Instead of having very high hydroelectric power plants, most of the countries are now aiming for small hydroelectric power plants, which will be able to meet the demand for a particular area. Okay, ഒരു ചെറിയ ഭാഗത്തേക്കുള്ള എനർജി ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹൈഡ്രോയിലക്ട്രിക് അങ്ങനെ ആകുമ്പോൾ എന്താ ഹൈഡ്രോയിലക്ട്രിക് പവർ പ്ലാന്റ് എണ്ണം കൂടും, പക്ഷേ എന്താണ് നമുക്ക് കുറച്ചായിട്ട് പല സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കോസ്റ്റ് അധികം വരുന്നില്ല. ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ്. സോ മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദീസ് ഏരിയാസ്, സ്മോൾ ഹൈഡ്രോയിലക്ട്രിക് പവർ, modern biomass, wind, solar, geothermal, all these are contributing. So it comes around 2.8%. The share of renewable in the electricity generation is around 19%, with 16% from the hydroelectricity and 3% from the new renewables. See, total share of renewable in the electricity generation is 19%. Out of the 19%, 16% of coming from hydroelectricity and 3% from the new renewable. That means this one, hydro, small hydro, biomass, wind, solar, etc. Okay. While many renewable energy projects are large scale, they are also suited to rural areas, whereas energy is crucial in human development. One of the greatest advantage of renewable sources, see, most of the renewable energy sources are produced from a large area. See, if you want to produce a huge amount of electricity from solar power plant, we need a very large area for the solar panel. So where is the maximum energy demand? The scarcity of energy is maximum in the rural areas. It is very difficult to carry the energy to the rural areas. So the rural areas are the area where the scarcity of energy is there. So lot of land will be available in that area. So it is easy to produce renewable source of energy in such areas. Now, small solar photovoltaic PV systems provide electricity for 1 million of households. That is very common. Now in India also this trend is becoming. Photovoltaic cells, solar cells are used for the household purposes. എല്ലാ വീട്ടിലും ഉണ്ടാവും, വീട്ടിൽ തന്നെ സോളാർ പാനൽ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട എനർജി ആ വീട്ടിലേക്കുള്ളത് അതിൽ നിന്ന് ഉണ്ടാക്കുക. അപ്പോൾ ദാറ്റ് ഈസ് ബിക്കമിങ് ആസ് എ ട്രെൻഡ് ഇൻ വേൾഡ് വൈഡ്. Over 44 million households use biogas made in household scale digesters for lighting and or cooking, and more than 166 million households rely on the new generation of the more efficient biomass cook stoves. See, over 44 million, ഒരു 44 കോടിയോളം വീടുകളിൽ ബയോഗ്യാസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് കുക്കിങ്ങിനും അതുപോലെ തന്നെ ലൈറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ 166 മില്യൺ വീടുകളിൽ എന്തുണ്ട്, എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബയോമാസ് കുക്കിംഗ് സ്റ്റൗസ് ഒക്കെ യൂസ് ചെയ്യുന്നതുണ്ട് വേൾഡ് വൈഡിലാണ്. ക്ലൈമറ്റ് ചേഞ്ച് കൺസേൺസ് coupled with high oil price and increasing government supports are driving increase in renewable energy legislation and commercialization. See, most of the governments are giving subsidies and all these, and also another hurdle is there is a high oil prices. So oil prices are increasing. So of course the people will be thinking about the other source of energy, that is renewable source of energy, to provide more renewable source of energy. What government is doing, they are പ്രൊവൈഡിങ് സബ്സിഡീസ്. അങ്ങനെ സബ്സിഡീസ് കൊടുത്തു കഴിയുമ്പോൾ എന്താ, കൂടുതൽ ആൾക്കാർ അതിലേക്ക് എത്തിപ്പെടും. അപ്പോൾ കൂടുതൽ ആൾക്കാർ അപ്പോൾ അങ്ങനെയുള്ളത് സബ്സിഡീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ എന്താണ്, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു ഫീൽഡിലും വന്നിട്ടുണ്ട്. അക്കോർഡിംഗ് ടു IEA in 2011, solar power generators may produce most of the world's electricity within 50 years. ഇപ്പോൾ ഒരു 50 വർഷങ്ങളിലൂടെ കഴിയുമ്പോഴേക്ക് മോസ്റ്റ് ഓഫ് ദ എനർജി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്
power generators may produce most of the world's electricity. ലോകത്തിലുള്ള മൊത്തം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസിൻ്റെ 50% ഏതിരുന്നാവുന്ന പറയുന്നത് സോളാറിലേക്ക് എത്തുന്നത് ആണ് പഠനങ്ങൾ പറയുന്നത്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, ദാറ്റ്സ് ഓൾ. ഓക്കെ, അത്രയും ടെക്നോളജി ഡെവലപ്പ് ആയാലും മാത്രമേ അതൊക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആവുള്ളൂ. അപ്പോൾ ആസ് എ ഫ്യൂച്ചർ എഞ്ചിനീയർ ഐ ഹോപ്പ് യു ഓൾ ആർ റെസ്പോൺസിബിൾ ടു ഡെവലപ്പ് സച്ച് ടെക്നോളജീസ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഇന്ത്യ എനർജി ഡിമാൻഡ് ആൻഡ് സപ്ലൈ. ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ഈ ഫീൽഡിലൊക്കെ പറയാനുണ്ട്. പക്ഷേ ഓൾ ദീസ് ആർ സ്റ്റാറ്റിസ്റ്റിക്സ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊന്നും ബൈ ഹാർട്ട് പഠിക്കൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. എന്നാലൊരു ഓവറോൾ അവയർനെസ് ഉണ്ടാവുക. ഒരു 10 മാർക്കിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 14 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, 10 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ജനറേറ്റ് ചെയ്തെടുക്കുക. ഏതൊക്കെയാണ് മെയിൻ സോഴ്സ് ഓഫ് എനർജി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാം. Now coming to the India energy demand and supply, oil reserves 125 million metric tons and consumption 2 million barrels a day per capita. Okay, that is the oil reserve that we are having. 125 million metric tons of reserve right now we are having, and consumption is around 2 million barrels a day per capita. Natural gas, coming to the natural gas reserves, 38 trillion cubic feet we are having the reserve, and consumption is 752 billion cubic feet. Okay, third largest electricity producer with 4.8% global share. If that is one of the plus point, comparing to the world, India is the third largest electricity producer with 4.8% global share, and 281.4 gigawatt capacity in 2015. 28% renewable and 72 non-renewable. Out of this, 28% is coming from renewable and 72 non-renewable. Okay, now out of this 28% renewable means hydroelectric ആയിരിക്കണം, non-renewable means thermal power plants ആയിരിക്കണം മെയിനായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 28% renewable, 72% non-renewable എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, solar resources, coming to the solar resources, 4.5 kilowatt hour square mile we are producing right now. കിലോവാട്ട് അവർ പെർ സ്ക്വയർ മൈൽ. ഒരു സ്ക്വയർ മൈലിന് ഇത്രയും എനർജി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സോളാർ എനർജി. മാർക്കറ്റ് പൊട്ടൻഷ്യൽ ഓഫ് 30 മെഗാവാട്ട്. ഓക്കെ, wind, coming to the wind energy, 845 megawatt capacity plant right now we are having in all over India. And talking about biomass, around 17,000 megawatt energy is produced from biomass. Most of them are utilized in the cooking purpose and all. ഹൗസ് ഹോൾഡ് പർപ്പസാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മിക്ക വീട്ടിലും ബയോമാസ് എനർജി പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, ചെറിയ ചെറിയ പ്ലാന്റുകളായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വലിയൊരു ക്വാണ്ടിറ്റി വന്നിരിക്കുന്നത്. ജിയോ തെർമൽ 2000 to 10,000 മെഗാവാട്ട്, ലിമിറ്റഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ. സി, എന്തുകൊണ്ടാണ് വൈ ദിസ് ഈസ് ഹാവിങ് ലിമിറ്റഡ് മാർക്കറ്റ് പൊട്ടൻഷ്യൽ? അതിൻ്റെ അവൈലബിലിറ്റി എന്താ? ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് പറ്റില്ല, ജിയോ തെർമൽ പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. സോ സം ബേസിക് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ജിയോ തെർമൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഭൂമിൻ്റെ അടി കുറേ കൂടെ ഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാലുള്ള ഹോട്ട് സ്ട്രീംസ് ഉണ്ടാവും അല്ലേ, അത് പുറത്തോട്ടേക്ക് വന്നിട്ട് അതിൽ നിന്നുള്ള ഹീറ്റ് എനർജി യൂട്ടിലൈസ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, ജിയോ തെർമൽ പവർ പ്ലാന്റ് വർക്ക് ചെയ്യുന്നത്. സോ wherever availability is there only we can implement geothermal power plant. So limited market potential is there. Still we are lucky to have 2,000 to 10,000 megawatt of energy production from this source of energy. That is all about the India energy demand and supply. This much demand is there, this much supply is there. That's all. Just go through the values and all. That will be enough. Okay, now from the next presentation onwards we will be moving to the main topic. Actually the first mode is divided into two parts. First one is statistics side, energy and all, what are the different sources of energy, all these are theory side. Whereas coming to the second side, of course that also is theory, but still it is something based on technology. Just like we will be discussing about the thermal power plants, steam power plants, solar power plants, etc. Different power plants from wherever we are producing energy, all that power plants we will be discussing in the upcoming presentations. Okay, thank you.